One thing is learning graceful aging. ഏജ് ആവാനും നമ്മൾ ഗ്രേസ്ഫുള്ളി പഠിച്ചെടുക്കണം എന്നാണ്. ഓരോ ഏജിൽ ആവുമ്പോഴും സൊസൈറ്റൽ റോൾസ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ പറഞ്ഞ മാതിരി വൺസ് എ പേരന്റ് നമ്മൾ ആ റോൾ ഒരിക്കലും ഇങ്ങോട്ട് എടുത്തു മാറ്റുന്നില്ല. ആൻഡ് ചിൽഡ്രന് ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജിലാണ് പൊതുവേ പേരൻസ് വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ യുവർ 40, യുവർ 50, ദേ ഇന്റർഫിയർ ഇൻ യുവർ ഡിസിഷൻസ്. നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മൾ പേഷ്യൻ്റ് ഉണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ കുട്ടി അമ്മൂമ്മയുടെ കൂടെയാണ് ജീവിക്കുന്നത്. അമ്മൂമ്മ പറയുന്ന കുട്ടി നിനക്ക് NIT കാലിക്കറ്റിൽ മാത്രമേ കിട്ടാൻ പാടുള്ളൂ. അങ്ങനെ ഇപ്പം നടക്കണ കാര്യമില്ലല്ലോ. ബിക്കോസ് അമ്മൂമ്മയ്ക്ക് കുട്ടിയുടെ കൂടെ നിൽക്കണം. കുട്ടിക്ക് ഭയങ്കര സമ്മർദ്ദമാണ്, ഇത് നടക്കണില്ല. പേരന്റിന് ആണെങ്കിൽ അമ്മൻ്റെ അടുത്തത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാര്യം അമ്മ പറയണേ എനിക്ക് വേറെ ആരും ഇല്ലാണ്ടാവും, നിന്റെ ഈ കുട്ടി ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേറെ ആരും ഇല്ലാണ്ടാവും, അപ്പം നിനക്ക് ഇതൊക്കെ പറയാം. അപ്പോൾ ഏജിങ് ഇസ് സംതിങ് വി ലേൺ ഓവർ ടൈം. ആൻഡ് നമ്മളുടെ പ്ലഷേഴ്സ്, നമ്മളുടെ സന്തോഷങ്ങൾ, നമ്മളുടെ ഒഴിവ് സമയം, നമ്മളുടെ ആരോഗ്യം, ഇതിനൊക്കെ വിത്ത് ഏജ് നമ്മൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരണം. സോ ദാറ്റ് വി അഡ്ജസ്റ്റ് വിത്ത് അവർ സെൽസ് ഫസ്റ്റ്. നമ്മൾക്ക് ഈ പാർട്ട്ണർ ഉണ്ടായിരുന്ന അല്ലെ കുട്ടികളുണ്ടായിരുന്ന ഈ ചുറ്റുവട്ടം മാത്രമേ നമുക്ക് പറ്റുള്ളായിരുന്നു ആയിരിക്കാം. നമ്മൾ കുറേ കാലം അങ്ങനെ ആയിരിക്കും ജീവിച്ചത്. പക്ഷെ ഓവർ ദ ടൈം യു ഹാവ് ടു ഗെറ്റ് യൂസ് ടു യുവർ സെൽഫ്. യു ഹാവ് ടു നോ വാട്ട് യു ലൈക്ക്. നമ്മൾ ഇവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് ജീവിച്ചതായിരിക്കാം. ബട്ട് ദർ വിൽ ബി ലോട്ട് ഓഫ് തിങ്സ് യു വുഡ് ഹാവ് വിഷ്ഡ്. നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾ ചെയ്ത ഡാൻസ് ഉണ്ടാവും, നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾ പോകാൻ വിചാരിച്ച പ്ലേസസ് ഉണ്ടാവും. ഇതൊക്കെ ഷുഡ് കം ബാക്ക് ടു യു. സോ ദാറ്റ് നമ്മൾ അവരുടെ ലൈഫിലേക്ക് ഇൻ്റർഫിയർ ചെയ്യാണ്ട് നമ്മളെ സ്വന്തം ഒരു സ്പേസ് കണ്ടെത്തി നമ്മൾക്ക് അവിടെ കണ്ടന്റ് ആവാൻ പറ്റി. പിന്നെ അതല്ല, ഐഡൻറ്റിഫൈ ചെയ്യാണ്. അൺയൂഷ്വലി ഞാൻ സാഡാണ്, അൺയൂഷ്വലി ഞാൻ ആംഗ്രി ആണ്, അൺയൂഷ്വലി പിള്ളേരുടെ ആക്ഷൻസ് എന്നെ ഡിഫിക്കൽട്ട് ആക്കുന്നുണ്ട്. ആൻഡ് ആലോചിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമായ തെറ്റുകളില്ല. ബട്ട് ദെൻ മൈ റെസ്പോൺസസ് ആർ ഗെറ്റിംഗ് ബാഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സ്പേസിലും കൂടെ നമ്മൾ എത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ ഫീൽ ദിസ്, എനിക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പറയും ഒരു എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന് പറയും. കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോൾ എൽഡർലി പേരൻസിന് പറ്റുന്നൊരു സാധനമാണ്. എന്നുവെച്ചാൽ അതേ ഫീൽ വീട്ടിൽ ആരുമില്ല, ചുറ്റുവട്ടത്ത് ആരുമില്ല, സൗണ്ടിലെ ശബ്ദങ്ങളൊന്നുമില്ല. ആൻഡ് യു ഫീൽ ദിസ് എംപ്റ്റിനെസ് സിൻഡ്രോം. ഈ ഫീലിംഗ് ഒക്കെ വരികയാണെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത്. കുട്ടികളെ എനിക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥതയുണ്ട്. ആൻഡ് കുട്ടികൾ അഥവാ അമ്മ ഒരു തെറപ്പിസ്റ്റിനെ കണ്ടാൽ നല്ലതായിരിക്കും, അല്ല അച്ഛൻ ഒരു തെറപ്പിസ്റ്റിനെ കണ്ടാൽ നല്ലതായിരിക്കും എന്നാണ്. എനിക്ക് മാനസികരോഗ്യ പ്രശ്നമൊന്നുമില്ല, എന്നെ അങ്ങനെ കാണിക്കണ്ട, നിങ്ങളൊക്കെ കൂടെ എന്നെ ഇങ്ങനെ ആക്കി, അങ്ങനെ പറയാതിരിക്കാനും എന്നാ ഒന്ന് കണ്ടു നോക്കാം, ചിലപ്പോൾ പരിഹാരം ആയാലോ, ഒന്ന് കണ്ടു നോക്കിയേക്കാം. ചിലപ്പോൾ ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിക്കേ, ഒന്ന് ഷെയർ ചെയ്യേ, ചിലപ്പോൾ ഈ ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് പറയാം. വലിയ അസുഖമായിട്ടൊന്നും നമ്മൾ കാണേണ്ടി വരില്ല, പക്ഷെ ഒന്ന് സംസാരിച്ചാലോ ചിലപ്പോൾ തീരുന്ന പ്രശ്നങ്ങളായിരിക്കാം.